നിൽക്കും. മാതുപ്പണ്ടാരത്തിന്റെ പപ്പടം ഈ മലമ്പ്രദേശത്തെ എല്ലാ വീടുകളിലും എത്തണം. മാതുപണ്ടാരം സംസാരിച്ചാണല്ലോ വരവ്. കൊട്ടയിലെന്താ? പണ്ടാരത്തിന്റെ കൊട്ടയിൽ പപ്പടമല്ലാതെ എന്ത് കാണാനാ? ഇപ്പൊ ഇതെല്ലാം കൊണ്ടിറങ്ങിയത്. ഓണത്തിന് ഇനിയും ദിവസമുണ്ടല്ലോ. മാധുവിന്റെ പപ്പടം ഓണത്തിനോ സംക്രാന്തിക്കോ വേണ്ടി മാത്രമല്ല, എന്നും ഉപയോഗിക്കാം. എന്റെ പപ്പടം ഈ നാട്ടിലെ എല്ലാ ആളുകളും കണ്ടിരിക്കണം. കണ്ടിരുന്നാൽ മാത്രം പോരാ, തിന്നുകയും വേണം. ഈ പ്രദേശത്തെ എല്ലാ വീട്ടിലും എന്റെ പപ്പടത്തിന്റെ പൊരിച്ച മണം അടിക്കണം. പൊരിച്ചതിന് അടിക്കണേൽ എണ്ണ വേണ്ടായോ? ഇവിടെയൊക്കെ ആളുകള് ആണ്ടിലൊരിക്കലാ പപ്പടം വാങ്ങുന്നത്, അതും തിരുവോണത്തിന്. എന്തിനാ എണ്ണ? എന്റെ പപ്പടത്തിന് എണ്ണ വേണ്ട. തീ കിട്ടുമല്ലോ, തീയിലൊന്ന് കാട്ടിയാ മതി. തീയിൽ ചുട്ടാൽ പപ്പടം കൊള്ളുവോ? മണം കിട്ടുവോ? ഇപ്പോഴത്തെ പപ്പടം മുഴുവൻ കപ്പപ്പൊടിയാ. മുഴുവൻ എവിടുന്ന് കിട്ടാൻ? നോക്കിക്കേ, ഈ കെട്ടിൽ ഏതെങ്കിലും ഒരു പപ്പടം എടുത്താട്ട്. തമ്മി നോക്കാനല്ല, ഒരു പപ്പടം എടുത്താട്ട്. വീട്ടുകാരി അടുപ്പിന്ന് ഒരു കുളിത്തിയും എടുത്താട്ട്. അപ്പോഴേ ഇവിടെ വീട് ഇതാണ് മാധുവിന്റെ പപ്പടം. ഇത് ഓണത്തിന് മാത്രം തിന്നേണ്ടതല്ല, ആർക്കും എപ്പോഴും 5 നിമിഷത്തിനകം തിന്നാവുന്നതാണ്. മാളോരിവിടെ ഇല്ലായിരിക്കും. ഞാൻ ഇറങ്ങാം. പപ്പടത്തിന് തരാൻ കാശൊന്നും? കാശായിട്ട് തരണമെന്നില്ല, നെല്ലായിട്ടോ ചീനിയായിട്ടോ. ആരുമില്ലേ വേണോരെ? പപ്പടം വേണ്ടേ? ആരുമില്ലെന്നാ തോന്നുന്നു. വീട്ടുകാരില്ലേ? പപ്പടം അയ്യോ, എന്റെ പൊന്നും കൂടെ ഇങ്ങ് വന്നേ. എന്തുവാ ചക്കരയുടെ പേര്? എന്തുവാ? യോ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇതാരാന്നോ? ദേ ഇത് കണ്ടോ, ഇതാണ് ഞെട്ടില്ല വട്ടേല. പുറപ്പാട് കടങ്കഥയുമായിട്ടാണല്ലോ. അങ്ങനൊന്നുമില്ല, മാധുവിന്റെ പപ്പടം. ഓണക്കച്ചവടം എങ്ങനെ? കേവം തന്നെ. കാപ്പിക്കടക്കാര് തറയെ നിർത്തുകയല്ല. ബോളിപ്പപ്പടം വേണം, മറ്റേ പപ്പടം വേണം, മറിച്ച പപ്പടം വേണം. ഉത്സവ സീസണും വരുന്നു. പിന്നെ നമ്മുടെ പപ്പടത്തിന് നല്ല മാർക്കറ്റാ. ആണ്ടവർ കൃപ. എല്ലാം മാധുപ്പണ്ടാരത്തിന്റെ കൈപ്പുണ്യ. അത് മതി, മാധുവിന്റെ പുണ്യം എല്ലാരും അറിഞ്ഞാ മതി. മോളെ, ഓണം ഉണ്ണുമ്പോ മാധുവിനെ ഓർക്കണം. അത് പിന്നെ പറയണോ? ആദ്യം വിളമ്പുന്ന പപ്പടമല്ലേ? അത് മതി, ഓർമ്മ ഇരുന്നാ മതി. കാശ് കാണാമല്ലോ, ഇനി ഈ വഴി വരുന്നവനല്ലേ.
മോളെ ഇറങ്ങട്ടെ. മോക്കും അമ്മയ്ക്കും മാധുവിന്റെ പപ്പടം സ്പെഷ്യൽ കൊണ്ടുവരുന്നുണ്ട്. സത്യം പറഞ്ഞ അരക്കേറ് പപ്പടം പോലും ശേഷിച്ചിട്ടില്ല. ശേഷിച്ചിട്ടില്ല. അതാണ് ഈ മാധുവിന്റെ മിടുക്ക്. സോപ്പിട്ടാണ് ഞാൻ ഈ പപ്പടം വീട് വീണ്ടാന്നേരം കൊണ്ട് വിറ്റതെന്ന് അസൂയക്കാരാ പറയുന്നത്. ആ, അതുകൊണ്ടാ സോപ്പെന്ന് തന്നെ എല്ലാരും വിളിക്കുന്നത്, ഇല്ലയോ? ഓച്ചിറപ്പരദേവരുടെ കാളയായിരുന്നു ഇത്രയും നാളെന്റെ ശരീരം. ആ ശരീരം ഇനി ഈ നാട്ടിൽ ഓരോ വീട്ടിലും പ്രയോജനപ്പെടുത്തണം. എന്റെ പപ്പടം ഈ മലമ്പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും എത്തിക്കണമെന്ന പരദേവരുടെ കൽപ്പിതം. അതിനുവേണ്ടി എത്ര പെണ്ണുങ്ങളെ ഏതെല്ലാം വീട്ടിൽ ചെന്ന് സോപ്പിടാനും ഞാൻ തയ്യാറാ. താൻ എവിടെ പോയി സോപ്പിട്ടാലും എനിക്കൊന്നുമില്ല. അതല്ല മാണോരെ, എന്റെ പപ്പടത്തിന്റെ രുചി അറിയാതെ ഈ പ്രദേശത്ത് അത്താഴമില്ല. ആ, താൻ അത്താഴത്തിന്റെ കാര്യമാണോ പറഞ്ഞേ? അതിനു മുമ്പ് അവനെ അങ്ങ് തട്ടാം. എലിയേ, ആ നീ വന്നോ? ഇനി എടുത്തോണ്ട് വാ. കേട്ടോ മാധു, ഓണത്തിന് വെച്ചിരിക്കുന്നതാ, നമുക്ക് ഇന്നങ്ങ് തുടങ്ങാം. എല്ലാം മാളോരുടെ മനസ്സ്. മറ്റവൻ മാത്രമായിട്ടൊന്നും ആകുന്നില്ല. ഇവൻ കൂടെ അങ്ങ് ചെന്നെങ്കിലേ അത്താഴത്തിനൊരു സുമാറുള്ളൂ. വെറുതെ കുടിച്ചുകൊണ്ടായില്ല, എന്തെങ്കിലും ഒന്ന് തിന്നു കുടിക്കണം. അതിനിപ്പം എന്തെങ്കിലും ഉണ്ടോടി? മാധുവിന്റെ പപ്പടം കാണുവേ, ഒന്നങ്ങ് ചുട്ടു കിട്ടിയാലും മതിയേ. ആണ്ടവർ കൃപ കൊണ്ട് ഇതുവരെ അതൊന്നും വായി തൊടാനും സാധിച്ചില്ല. ഇവൻ ചില്ലറക്കാരനല്ല, തെങ്ങമത്തെ കള്ളും തക്കലയിലെ ചക്കരയും കൊണ്ട് വാറ്റിയതാ. ഇവൻ അകത്ത് ചെന്നാൽ ആ അണ്ടിയാപ്പീസിലെ കുഴല് പോലെ ആകും കുടല് പൊഹ. അല്ല, പപ്പടം തന്റെ ഒരു പപ്പടം ഇവനെ തീ കണ്ടാ മതി കത്തും. ആ ക്രമം ഞാൻ ഇന്നലെ വിട്ടു. ഞാനും വിട്ടു. ജോത്സ്യരെ, എന്റെ കയ്യിലുള്ള ചീട്ട് ഏതാണെന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നേരെ ഇടി. കൈ നോക്കി കളിയാണെങ്കിൽ മറയ്ക്കുന്നത് എന്തിനാ?
ഇതെന്തിരിപ്പാ? ഓണമായിട്ട് ഊണും വേണ്ട, കാപ്പിയും വേണ്ട. ഇപ്പൊ വരുമെന്ന് വിചാരിച്ച് എത്ര നേരം കാത്തിരിക്കുന്നേ? ചെറുപ്പെന്താ ആദ്യം റാണിയാ. ഓണമായിട്ട് എനിക്ക് വീട്ടിൽ കാവലിരിക്കാൻ വയ്യ. നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ? നിനക്ക് ഞാൻ ഇപ്പം വന്ന് എന്ത് വേണം?